നമസ്കാരം. എത്രയോ യൂട്യൂബ് ചാനലുകളാണല്ലേ ഉള്ളത്. മലയാളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ എണ്ണിയാൽ തീരാത്തത്രയും യൂട്യൂബ് ചാനലുകൾ, പലതും പല സ്വഭാവത്തിലുള്ളവ. പക്ഷേ എല്ലാം ഒന്നും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. വളരെ ചുരുക്കം ചാനലുകളെ ഉള്ളായിരിക്കും നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതും. എത്തരം ചാനലുകളാണ്? നമ്മുടെ അഭിരുചിയുമായി ഇണങ്ങിപ്പോകുന്ന തരത്തിലുള്ള ചാനലുകളായിരിക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും. അത്തരം ചാനലുകളാണ് നമ്മൾ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നതും. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം ആ ചാനലുകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ഒന്ന് നമ്മളുമായി ചേർന്ന് പോകുന്നത് ആ ചാനലിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് വേറിട്ട് നിൽക്കുന്ന തരം ചാനലുകൾ അല്ലെങ്കിൽ അത്തരം വീഡിയോകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. കൂടുതൽ ആളുകൾ അത്തരം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അരുണിമ എന്ന ഒരു പെൺകുട്ടി, 25-26 വയസ്സായ പെൺകുട്ടിക്കുള്ളൂ. ഈ പ്രായത്തിനിടയ്ക്ക് 41ഓളം രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അതും ലിഫ്റ്റ് ഒക്കെ ചോദിച്ചാണ് പോകുന്നത്. ഈ യാത്രകൾക്കിടയിലൊക്കെ ഒരുപാട് പ്രാവശ്യം അവർ പെട്ടുപോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിടിച്ചു പറയും, പീഡന ശ്രമവും ഉൾപ്പെടെ അവർ നേരിട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവർ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കാറുണ്ട്. ഈ യൂട്യൂബ് വരുമാനമാണ് അവർക്ക് ആകെ ഉള്ളത്. ഇതുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം ചാനലുകളിലൊക്കെ പ്രേക്ഷകരുടെ ആകാംക്ഷയെ ഉണർത്തുന്ന തരത്തിലുള്ള തമ്പ് നെയിലുകളായിരിക്കും ഇവർ ഉപയോഗിക്കുക. അത് കാണുമ്പോഴാണ് നമുക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ആ തമ്പ് നെയിലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും ആ വീഡിയോയ്ക്കുള്ളിൽ പറയുന്നത്. മറ്റു ചിലത് അങ്ങനെ ആയിരിക്കില്ല. ഏതായാലും ഞാനിപ്പോൾ പറഞ്ഞ ഈ അരുണിമയെ സംബന്ധിച്ച ഒരു വാർത്ത 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചൂടൻ ചർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഇവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പലയിടത്തും ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചാണ് എല്ലായിടത്തും യാത്ര ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിൽ എങ്ങനെ യാത്ര ചെയ്യാം എന്നതാണ് ഇവർ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് യുവാക്കൾ ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഈ രംഗത്തേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ ഇവർ ചെല്ലുന്നിടത്തെല്ലാം താമസവും മറ്റുള്ളവരുടെ ഔദാര്യത്തിലായിരിക്കും. ഔദാര്യം എന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മൾ ഒരാൾക്ക് യാതൊരു പരിചയവും ഇല്ലാതെ അവരോടൊരു സഹതാപം കാണിക്കലല്ല. ശരി, ഇന്ന് ഇവിടെ താമസിച്ചോട്ടെ, അല്ലെങ്കിൽ ഇന്ന് അവർക്ക് ഞാൻ ഇന്ന സഹായം ചെയ്തേക്കാം എന്ന് കരുതുന്ന ആ ഒരു വികാരത്തിനാണല്ലോ നമ്മൾ ഔദാര്യം എന്ന് പറയുന്നത്. അത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല അത്തരം ആളുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇവർക്ക് താമസ സ്ഥലമൊക്കെ ഓഫർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇവർ താമസിക്കുന്നതൊക്കെ. അങ്ങനെ ഇപ്പോൾ സഞ്ചരിച്ച് അവരിപ്പോൾ അമേരിക്കയിലാണുള്ളത്. അപ്പോൾ 4 വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് പരിചയമുള്ള ജോർജ് എന്ന 70-കാരനായിട്ടുള്ള ഒരു മലയാളിയുടെ വീട്ടിൽ, അയാൾ 30 വർഷത്തോളമായിട്ട് അമേരിക്കയിൽ താമസമാണ്, അയാളുടെ വീട്ടിലാണ് ഇവർ താമസിക്കാൻ ചെന്നത്. 3 ദിവസം സകല സൗകര്യങ്ങളോടും കൂടി ഇവർ ആ വീട്ടിൽ താമസിക്കുന്നു. 3-ാമത്തെ ദിവസം രാത്രി അവർ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് രാത്രി 12 മണിയായപ്പോൾ അവരുടെ ചാനലിൽ ഒരു വീഡിയോ കരഞ്ഞുകൊണ്ട് അപ്ലോഡ് ചെയ്യുകയാണ്. വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഈ തണുപ്പത്ത് ഈ അമേരിക്കയിൽ രാത്രി 12 മണിക്ക് എവിടെ പോകണം, ആരെ വിളിക്കണം, ആരെ സഹായത്തിനായിട്ട് വിളിക്കണം എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണിത്. പക്ഷേ ഈ ജോർജ് എന്ന് പറയുന്ന ആൾ പാവമാണ്. എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. അയാൾക്ക് ആ വീട്ടിൽ ഒരു വിലയുമില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. അയാളുടെ കൊച്ചുമക്കളാണ് എന്നെ ഇറക്കി വിട്ടത്. 20 വയസ്സുള്ള പെൺകുട്ടിയാണ് എന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്. എന്നാലും ഈ പാതിരാത്രിക്ക് എന്നെ ഇറക്കി വിട്ട് കളഞ്ഞു. ആ തമ്പനയിലും അങ്ങനെയായിരുന്നു, എന്നെ ഇറക്കി വിട്ടു എന്നുള്ള തരത്തിലായിരുന്നു. എന്നിട്ട് ഈ ജോർജ് എന്ന ആളുടെ വീട് ഉൾപ്പെടെ അവർ ഈ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരുപാട് പേര് എങ്ങനെയായിരിക്കും നമുക്കറിയാം, ഉറപ്പായിട്ടും ഈ അരുണിമയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു ഈ ചാനലിൽ അത്രയും വന്ന് നിറഞ്ഞത്. എന്നാലും ഈ രാത്രി 12 മണിക്ക് അമേരിക്കയിലെ എവിടെ ആയാലും ഒരു പെൺകുട്ടി സുരക്ഷിതയല്ലല്ലോ, അങ്ങനെ ഇറക്കി വിട്ടത് ശരിയായില്ല എന്നാൽ ജോർജിനെയും കുടുംബത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ നിറഞ്ഞതിന് പിന്നാലെ, ജോർജ് ഒരു മലയാളിയാണല്ലോ, ഈ വീഡിയോയൊക്കെ കണ്ടു കാണുമല്ലോ, അദ്ദേഹം അതിന് പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു. അതുകൂടാതെ തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ മക്കളെ കുറിച്ച് മോശമായി സംസാരിച്ചതിനെയും തൻ്റെ വീട് തൻ്റെ അനുവാദമില്ലാതെ ചിത്രീകരിച്ചതിനെയും വിമർശിക്കുകയും അതിൻ്റെ പേരിൽ അവിടെ ഒരു കേസ് കൊടുത്തെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ഈ ജോർജിന്റെ കൊച്ചുമക്കളിൽ ആരോ ഒരാൾ പകർത്തിയ ദൃശ്യവും അദ്ദേഹം പുറത്തുവിട്ടു. വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. അവർക്ക് മുൻപരിചയം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് 3 ദിവസം എല്ലാ സൗകര്യങ്ങളും അവർ അമേരിക്കയിൽ ചെയ്തു കൊടുത്തു. അവരുടെ കൊച്ചുമക്കളുടെ കൂട്ടുകാർ കുറെ പേർ ആ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് എല്ലാവർക്കും കൂടെ താമസ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തിങ്കളാഴ്ച രാവിലെ വേറെ അക്കോമഡേഷൻ നോക്കണം എന്ന് വളരെ മാന്യമായിട്ട് അവർ പറയുന്നു. പക്ഷേ അരുണിമ വലിയ അഹങ്കാരമാണ് അവിടെ കാണിച്ചത്. അപ്പൊ 1-ാമത്തെ കാര്യം, നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്.
അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ലേ ഞാൻ. നിങ്ങളെ പോലെ നാട് കാണാത്ത ലോകം കാണാത്ത ആളൊന്നുമല്ല ഞാൻ. 41 രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നോട് തിങ്കളാഴ്ച മോർണിംഗ് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്നതാണ് എന്നല്ലേ എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോൾ തന്നെ പോയിക്കോളാം, ഞാൻ ഇപ്പോൾ തന്നെ പോകും. അപ്പോൾ അവർ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് പോകരുത്. ആ ജോർജ് എന്നാൾ എടുത്തു പറയുന്നുണ്ട്, ഈ സമയത്ത് പോകരുത് അരുണിമ, രാത്രി 12 മണിയായി. അപ്പൊ അവരാരും ഇറക്കി വിട്ടതല്ല. അരുണിമ സ്വന്തം ധാർഷ്ട്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പുറത്തു വന്നിട്ട് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടാണ് പ്രേക്ഷകരെ മണ്ടരാക്കാൻ കണക്കിന് ഒരു വീഡിയോ എടുത്ത് അതിന് ചേർന്ന രീതിയിൽ ഒരു തംബ്നെയിലും ഇട്ട് പുറത്തിറക്കിയത്. എന്നെ അവർ ഇറക്കി വിട്ടു. എന്തായി ആ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ എന്തായി? എന്നിട്ട് ആ ജോർജ് എന്ന വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് അരുണിമ പറഞ്ഞത്. അവരുടെ കുടുംബ ബന്ധങ്ങളെ വിലയിരുത്തിക്കൊണ്ടൊക്കെ അരുണിമ സംസാരിക്കുന്നത് കേട്ടു. അയാൾക്ക് അവിടെ ഒരു വിലയുമില്ല, സ്റ്റെയർ കേസിനടുത്താണ് അയാൾ കിടക്കുന്നത്, കൊച്ചുമക്കളാണ് അവിടെ ഭരണം, അവരുടെ കൾച്ചർ അതാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് അരുണിമ സംസാരിച്ചു. അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു. അവരുടെ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി കാണും. ആ വീട്ടിൽ എന്തൊക്കെ ബഹളം അതിനുശേഷം നടന്നു കാണും. ഇങ്ങനെയാണ് ചില ആളുകൾ ഒരു കാര്യവുമില്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിഞ്ഞു കയറി വന്നിട്ട് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ അവർ ഇറങ്ങിപ്പോകും. പിന്നീട് ആ പ്രശ്നം അവിടെ കിടന്ന് പുകഞ്ഞുകൊണ്ടേയിരിക്കും. നാളുകൾ ആ ബന്ധങ്ങളിൽ അവരത് അനുഭവിക്കുകയും വേണം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് പ്രേക്ഷകർ കാണുന്ന വലിയ വലിയ ചാനലുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കാം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇത്തരം ചാനലുകളെ. പക്ഷെ അത്തരം പ്രേക്ഷകരുടെ പിന്തുണയെ മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഹതാപം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ചാനലുകൾ മലയാളത്തിലുണ്ട്. ഒന്നും ഇടുന്നില്ലായിരിക്കും. വീട്ടിൽ ഇന്ന് കഞ്ഞിയും ചമ്മന്തിയുമായിരുന്നു, നമുക്കിന്ന് മീൻ വാങ്ങാനുള്ള പണമില്ലായിരുന്നു എന്ന് പറഞ്ഞ് വീട്ടിലെ ദാരിദ്ര്യം പുറത്തു പറഞ്ഞുകൊണ്ട് ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റി അവർ സഹതപിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വീഡിയോ ഇട്ടിട്ട് വരുമാനം ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ കഴിവ് കാണുമോ? സമൂഹത്തെ സേവിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇടാൻ എല്ലാവർക്കും കഴിയുമോ എന്നൊരു ചോദ്യം. പക്ഷേ നമ്മുടെ ഏത് വീഡിയോ ഇടുമ്പോഴാണ് ക്ലിക്ക് ആവുന്നത്? എൻ്റെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഇട്ടപ്പോൾ അത് ഒരുപാട് പേര് കണ്ടു, കഷ്ടമായിപ്പോ, അയ്യോ പാവം പാവം, എല്ലാം മാറും ചേച്ചി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ദാരിദ്ര്യം പറഞ്ഞിട്ടാൽ അവരൊക്കെ ഇത് കാണും, അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. നിങ്ങളൊക്കെ ഏത് രീതിയിൽ കരുതുന്നു എന്ന് എനിക്കറിയില്ല. മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒരുപാട് ചാനലുകളുണ്ട്. ഇപ്പോൾ അരുണിമയുടെ ചാനൽ ഒരു പ്രചോദനം തന്നെയാണ്. ഈ പ്രായത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഒന്നുമില്ലാതെ പലയിടത്തും പെട്ടുപോയിട്ടുണ്ട്. അതിനെയൊന്നും നമുക്കൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കാര്യങ്ങളെ പ്രേക്ഷകർ എന്ത് കൊടുത്താലാണോ സ്വീകരിക്കുക എന്ന് ചിന്തിച്ച് ആ രീതിയിൽ വളച്ചൊടിച്ച് കൊടുത്ത് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് തന്നെയല്ല, ഒരുപാട് പേർ ഇപ്പോൾ പ്രേക്ഷകർ അത്രയും അരുണിമയെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഇത്രയും വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സബ്സ്ക്രൈബേഴ്സും എല്ലാം ഒന്നടങ്കം അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് അവർ തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. എത്ര നാൾ നമ്മൾ മൂടി വെച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ചാനലുകളും ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ തംബ്നെയിൽ കൊടുത്ത് കാശുണ്ടാക്കുന്ന ചാനലുകളും ഒന്നും അധിക നാൾ മുന്നോട്ടും പോകുകയില്ല. ഇത്തരം ചാനലുകളെ ഒന്നും ഒരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകാർ ചിന്തിക്കേണ്ടത്, ഈ മണ്ടരായതുകൊണ്ടല്ല പ്രേക്ഷകർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കേട്ട് മെനക്കെടുന്നത്. നമ്മളിൽ നിന്നും അവർ എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ അവർക്കൊന്ന് കിട്ടുന്നുണ്ട്. ആ കൊടുക്കുന്നതിൽ വെള്ളം ചേർക്കാതിരിക്കാൻ എല്ലാ യൂട്യൂബ് ചാനലുകളും ശ്രദ്ധിക്കുക.